പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം സങ്കീർത്തനങ്ങൾ 27 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോയുടെ പ്രത്യേക ഒരു സംരക്ഷണം നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറയുന്നു, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണെന്ന്. യേശു പ്രിയ സഹോദരരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, ഈശോ നമുക്ക് പ്രകാശവും രക്ഷയുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ പ്രകാശവും രക്ഷയുമാവുന്ന ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞാനും നിങ്ങളും നിയോഗിക്കപ്പെട്ടവരാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ യേശു എന്ന രക്ഷകനെ, ആ യേശു എന്ന പ്രകാശത്തെ, ആ പ്രകാശം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നതുപോലെ ആ പ്രകാശമായ ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ആ ഈശോയെ കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് സാധിക്കണം. തിരുവചനം പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? എന്തിന് ഞാൻ ഭയപ്പെടണം? എനിക്ക് ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ എനിക്ക് നിങ്ങൾക്കോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം രക്ഷയും പ്രകാശവുമായ ഈശോ എന്നിലും നിങ്ങളിലും വസിക്കുന്നിടത്തോളം കാലം ഞാനോ നിങ്ങളോ ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ പോലും ഭയപ്പെടേണ്ടതില്ല. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണെന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ഈശോ. ആ ഈശോയുടെ കരത്തിന് കീഴിലാണ് ഞാൻ നിങ്ങളും വസിക്കുന്നത്. ആ സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിൽ കയറി ഒരു ശക്തികൾക്കും എന്നെയും നിങ്ങളെ ഭയപ്പെടുത്തുവാനോ പേടിപ്പിക്കുവാനോ സാധിക്കില്ല. ആ രക്ഷകനായ ഈശോയിൽ വിശ്വസിക്കുക, ആ രക്ഷകനായ ഈശോയിൽ ജീവിക്കുക, ആ രക്ഷകനായ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ.